what is OBE, the new OBE, that is open book examination. OBE എന്ന് പറയുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ വെച്ചാണ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ OBE കുറിച്ചുള്ള ചിന്തകൾ വന്നെത്തി നിൽക്കുന്ന അവസാന ഘട്ടം എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിൽ ആകാനാണ് സാധ്യത. ഭാവിയിൽ എല്ലാ സാധ്യതകളുമുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല ചിന്തകളുണ്ട്. ഈസ് ഇറ്റ് പോസിബിൾ ടു കണ്ടക്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇംപ്ലിമെന്റിങ് ദിസ്? ഇതെല്ലാം നമ്മുടെ പലതരത്തിലുള്ള ആൻസൈറ്റീസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്കോപ്പ് ഇൻ ദ field of education, in the field of examination, and it is taken as an authentic assessment tool. See the question. Illustrate the thinking processes in Bloom's taxonomy. How does open book examination help to ensure the attainment of higher order thinking skills? Suggest 5 strategies to implement open book examination to align with outcome based education. ഇതൊരു ചോദ്യമാണ്. 30 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ, സിംഗിൾ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 10 എന്തെങ്കിലും ആകട്ടെ. ഇത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇത് ഞാൻ ആസ് എ ടീച്ചർ ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി, ബട്ട് നോട്ട് അറ്റ് എക്സ്പ്ലെയിൻ സംതിങ് അബൌട്ട് ദ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സപ്പോസ് ദ ആൻസർ ഈസ് ടു ബി ഗിവൺ ത്രൂ ആൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പ്രൊസീജിയർ. അതെങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ചോദ്യമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെത്തേഡ്. സോ ഹൗ ഡു വി ഇംപ്ലിമെന്റ് ദാറ്റ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം ആസ് സച്ച് നമ്മുടെ കയ്യിൽ നമുക്ക്, അതായത് ഫസ്റ്റ് വൺ ഈസ് ഇല്ലസ്ട്രേറ്റ് ദ തിങ്കിങ് പ്രോസസ്സസ് ഇൻ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എത്രമാത്രം തിങ്കിങ് പ്രോസസ്സ് നമ്മളിപ്പോൾ ഓരോന്നിൻ്റെ അകത്ത് പഠിച്ചു അല്ലേ. റിമെമ്പർ മീൻസ് ഇത്ര, അതിൻ്റെ അകത്ത് ഇത്ര പ്രോസസ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ്, ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്ലാൻ, പ്രൊഡ്യൂസ്, ജനറേറ്റ്. ഇതെല്ലാം മെമ്മറൈസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നോ. നമുക്കിതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ എവിടെയെങ്കിലും കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മതി, മൊത്തം കാണാതെ പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടെക്സ്റ്റ് ബുക്ക് വി ക്യാൻ സെലക്ട് ഓൾ തിങ്കിങ് പ്രോസസ്സസ് and we can illustrate. Illustration ഏതായാലും ബുക്കിൽ കാണണമെന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേറ്റ് ഫ്രം അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾസ് ഫ്രം യുവർ ഓൺ ഡിസിപ്ലിൻ എന്ന് കൊടുത്താൽ കുറച്ചുകൂടെ അത് കറക്റ്റ് ആകും. അപ്പൊ നമ്മുടെ കയ്യിൽ തരാൻ പോകുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ബ്ലൂംസ് ടാക്സോണമി, ദ എസെൻഷ്യൽസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള ഒരു ബുക്കാണ്. റെഫറൻസ് ബുക്ക് മാത്രമേ ഉള്ളൂ. അതിൽ അവിടെ ഇവിടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ വൈ വി യൂസ് ദിസ് ബുക്ക് ആസ് എ റെഫറൻസ് ബുക്ക് ഫോർ റൈറ്റിംഗ് ദ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ? വി ക്യാൻ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ആൻഡ് ബൈ ഇന്റർപ്രറ്റിംഗ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദ കണ്ടന്റ് വി ക്യാൻ കം ടു ദ ആൻസേഴ്സ്. വി വിൽ നോട്ട് ഗെറ്റ് ദ ഡയറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ബുക്ക്. പക്ഷേ എന്താണ് ബ്ലൂംസിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. And from that we can easily identify the higher order thinking skills or processes. And from that we come to the scope of open book examination by interpreting or by analyzing, by applying the different aspects of the information from the book. ആ ബുക്കിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് എഴുതുന്നത്. അതുകൊണ്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ബുക്കിൽ വായിച്ചാൽ മാത്രമേ അവിടുന്ന് ഇവിടെ നോക്കിയായിട്ട് കിട്ടുക. ആൻഡ് സജസ്റ്റ് 5 സ്ട്രാറ്റജീസ് ടു ഇംപ്ലിമെന്റ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ടു അലൈൻ വിത്ത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇല്ല, ബട്ട് സംടൈംസ് ബൈ റെഫറിംഗ് ദ ബുക്ക് നമുക്ക് ചിലപ്പോൾ കിട്ടി എന്നിരിക്കാം. അപ്പോൾ എന്താണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ ഒരു റെസ്ട്രിക്റ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ the university or the institution will clearly give the guidelines regarding the books, reference books that can be used in the whole. ഏതൊക്കെ ബുക്ക് ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൃത്യമായിട്ട് നൽകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഹയർ ലെവലായിരിക്കും. കാരണം റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് ഇതിനൊന്നും അധികം വലിയ പ്രസക്തി വരുന്നില്ല. അനലൈസിങ് ദ ഇൻഫർമേഷൻ, അപ്ലൈയിങ് ദ ഇൻഫർമേഷൻ, ഇവാലുവേറ്റിംഗ് ദ ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ്, എസ്പെഷ്യലി this sort of examination give opportunity to create knowledge. While after going through the different texts, the learner will be
asked to prepare his own layout, his own procedures for making some certain experiments or making certain calculations, making certain business visits or certain contracts like that. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയാണ് കുട്ടികൾക്ക് ഈ ബുക്ക് ഏത് ഉപയോഗിക്കണം എന്നുൾപ്പെടെയാണ് അതിൻ്റെ ഒരു റെസ്ട്രിക്റ്റഡ് വേർഷന് കിട്ടുക. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ മിനിമം 3 hours കൊണ്ട് എത്രമാത്രം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള നമ്മുടെ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. എത്രമാത്രം മാർക്ക് നമുക്ക് എത്ര മാർക്ക് നമ്മൾ ഇടുന്ന ഇപ്പോഴത്തെ 80 മാർക്കിന്റെ ചോദ്യം 50 മാർക്കിന്റെ ചോദ്യം ഒക്കെ ആണോ, അതോ ഇതുപോലെ ഒരു മിക്കവാറും 1-2 ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ഒരു സ്കോപ്പേ ഉള്ളൂ. ഒരു ഫാക്ച്വൽ നോളജ് അതിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്ന് പറയുന്നതിന് ഒരു സ്കോപ്പില്ല. അതിനുവേണ്ടി ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്തേണ്ടതുമില്ലല്ലോ. So how to get the conceptual and the procedural knowledge in an effective way by analyzing the information of the book. That is open book examination. സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ. പക്ഷേ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ട്. ഈവൻ ദോ ഇറ്റ് ഗിവ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ us to ensure the higher order thinking skills, whereby the learner try to analyze the content before that is available in the textbook, try to organize it, try to evaluate it. All these are possible, but there are different challenges. തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ഒരു ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വിചാരിക്കുകയായിരുന്നു, നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലൊരു രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഹൈലി എ പൊളിറ്റിക്കൽ ഇഷ്യൂ. വാട്ട് വുഡ് ബി ദ റെഫറൻസ് ബുക്സ്? ഏത് റെഫറൻസ് ബുക്കുകളാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നത് മുതൽ ആരംഭിക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ. പിന്നെ അതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ, പിന്നീട് നമുക്ക് അതിന്റെ പൊളിറ്റിക്സ് അറിയാമല്ലോ. ഇത്ര അധികം കുട്ടികൾക്ക് they all have to use the same textbook. If the test is individual, they all have to use the same type of reference books in the examination board. So see the marketing aspect of the book. So which books will be encouraged or will be promoted? Who will promote? All these will be away from the academic sphere. തീർച്ചയായിട്ടും അക്കാഡമീഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മളിതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട് നമ്മൾ നോക്കിയാൽ, പിന്നെ നമ്മൾ അതിൻ്റെ മറ്റ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നോക്കിയാൽ വാട്ട് ഈസ് ദ ലെവൽ ഓഫ് റീഡിംഗ് എബിലിറ്റി ഫോർ സ്റ്റുഡൻസ്? ഓപ്പൺ ബുക്സ് എക്സാമിനേഷൻ ഈസ് ക്ലിയർലി ബേസ്ഡ് ഓൺ ദ റീഡിംഗ് സ്കിൽസ് of the students. Whether it is silent or loud, the reading skills are essential to analyze the information or to comprehend it. So what is the level of reading skill at present? ഇത്തരം ഒരു സിസ്റ്റത്തിലേക്ക് കുട്ടികളെ നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തൊട്ട് പരിശീലനം തുടങ്ങിയാലാണ് ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ സാധ്യത പോലുള്ളത്. കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പം വായിക്കുന്നത് നമുക്കറിയാം, ഇംഗ്ലീഷ് സബ്ജക്ട്സ് വളരെ experts are different types of reading: scanning, skimming, extensive reading and intensive reading. So majority of the students adopt the scanning method. ചുമ്മാ ഇങ്ങനെ ഓടിച്ചു നോക്കും, അത്രേ ഉള്ളൂ. അല്ല സ്കിമ്മിങ് വരെയൊക്കെ പോകും. Do we have the habit of extensive reading and intensive reading? ഇല്ല, വളരെ പ്രയാസകരമാണ്. കുട്ടികളിൽ ടെക്സ്റ്റ് ബുക്കിന്റെ റീഡിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ തരത്തിലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിൽ ഈച്ച് വേർഡ്, ഈച്ച് ഫ്രേസ് ആൻഡ് ഈച്ച് സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സിൻസ് when we come to read through the reference text, when the learner skip some sentences or some paragraphs, the total meaning will be different. So it requires intensive reading from the part of the learner to attend the open book examination. So is it possible in our Indian higher education system? അതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇനി അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു train our students to read meaningfully, so that the skills of the thinking processes related to paraphrasing, summarizing, comprehending, differentiating, interpreting, abstracting, attributing, all these processes are to be integrated in the classroom teaching learning process. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കൂളിൽ
ക്ലാസ് മുറിയിലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം അത് പറയത്തില്ല. പണ്ട് കാലത്തൊക്കെയാണ് ടീച്ചർ എല്ലാം ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം വിഷമിച്ചൊരു പറച്ചിലുണ്ടായിരുന്നു. എന്ത് പറയും? ഒരു കാര്യം ചെയ്യുന്ന എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പഠിപ്പിച്ച ഭാഗം ഒന്ന് വായിച്ചെന്ന് പറയും, അല്ലേ? ആ വായിച്ചെന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല കേട്ടോ. പല കാരണങ്ങളാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്നറിയും? ഈ കുട്ടികൾ, നമ്മുടെ ഒരു സ്കൂൾ ലെവലിലെ കുട്ടികളുടെ സ്കൂൾ ബാഗിനെ കുറിച്ച് നമ്മൾ എല്ലാ കാലവും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഈ സ്കൂൾ ബാഗിൽ ടൈം ടേബിൾ അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്കുമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന കുട്ടി ഈ സ്കൂൾ ടെക്സ്റ്റ് കൊണ്ടുചെന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പണിഷ്മെന്റ് വളരെ വലുതാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ കുട്ടികൾ കൂടുതൽ പേരും CBSE സ്കൂളുകളിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അവിടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ ആ ബുക്ക് ഇല്ലെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന ശകാരം, പണിഷ്മെന്റ്, ഒത്തിരി കാര്യങ്ങളുണ്ട്, പരിഹാസം എല്ലാം. പക്ഷേ ഈ പുസ്തകം തുറക്കാനെങ്കിലും അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതും ചുമന്നുകൊണ്ട് ചെല്ലണം. എത്ര അധ്യാപകർ കുട്ടികളോട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്കൊന്ന് നോക്കാം, നമുക്ക് വായിക്കാം, നമ്മളിത് പഠിച്ച ഭാഗം ഇന്നാണ് എന്ന് പറയാറുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് കഴിവതും എടുക്കരുതെന്നും ഉണ്ട്, ഒരു ജനറൽ ഇതുണ്ട്. കുട്ടികളെ കൊണ്ട് അധികം എടുപ്പിച്ച് ടെക്സ്റ്റ് ബുക്ക് എടുപ്പിച്ചൊക്കെ ഇരുന്ന പ്രിൻസിപ്പൽമാർ വന്ന് വഴക്ക് പറയും, പിള്ളേർ പുസ്തകം എടുത്തു മാത്തമാറ്റിക്സിന് എടുക്കാൻ, കാരണം അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. മറ്റു പുസ്തകമൊക്കെ ക്ലാസ്സിൽ എടുത്താൽ ലാംഗ്വേജിനും വായനയുള്ളതുകൊണ്ട് കുറച്ചെടുക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ വഴക്ക് പറയുന്ന ഒരു പതിവാണുള്ളത്. അത് എത്രയോ അനീതിയാണ്. ഈ ഭാരവും ചുമന്ന്, ഈ ഭാരം ചുമപ്പ് തന്നെ വലിയ ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സ്കൂളിലേക്ക് പോകുന്ന ഒന്ന് നിരീക്ഷിക്കുക. ഒരു ആൺകുട്ടിയുടെ ബാഗിന്റെ ഇരട്ടി ഭാരം ഉണ്ടാകും പെൺകുട്ടിയുടെ ബാഗിന്. പെൺകുട്ടി എങ്ങനെയാണ് പുസ്തകം കൊണ്ടുപോകുന്നത്? അവൾ ഇന്നത്തെ നോട്ട്ബുക്കും പുസ്തകങ്ങളും, അവർക്ക് എല്ലാ വിഷയത്തിനും ഓരോ നോട്ട് ബുക്ക് പ്രത്യേകം കാണും. ആ പുസ്തകവും നോട്ട് ബുക്കും മാത്രമല്ല, അഥവാ ഏതെങ്കിലും ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ, മറ്റൊരു ടീച്ചർ കടന്നു കയറി വന്നാലോ എന്ന് കരുതി ഉത്കണ്ഠപ്പെട്ട് ആ ബുക്കും പുസ്തകവും കൂടെ ചുമന്നൊരു വല്ലാത്ത ഭാരം പെൺകുട്ടിക്കാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫിസിക്സ് അപ്പുറത്തെ സൈഡിലായിരുന്നു, കെമിസ്ട്രി ഇപ്പുറത്തെ സൈഡിലായിരുന്നു, ബയോളജി നടുക്കൂടിയായിരുന്നു. വളരെ സേഫാണ് പുസ്തകമൊക്കെ. അവരെ കൊണ്ടുപോയാൽ കൊണ്ടുപോയി, കൊണ്ടുപോയില്ല, അത്രയേ ഉള്ളൂ. കാര്യങ്ങളെ അങ്ങനെയാണല്ലോ കാണുന്നത്. അല്ലാതെ ഒരു ഇത്രയും മുൻകരുതലോടെ ഒന്നും ക്ലാസ്സിൽ പോകുന്ന ആൺകുട്ടികളില്ല. സത്യം പറഞ്ഞാൽ അവിടെ പോലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഈ ഭാരം ചുമക്കുന്നതിൽ പോലും. അപ്പോ ഇതുമെല്ലാം ചുമന്ന് കെട്ടി ക്ലാസ്സിൽ ചെന്നിട്ട്, പണ്ടൊരു കുട്ടി എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത് കേട്ടോ. കുട്ടി പറഞ്ഞത്, ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ബുക്ക് ഒന്ന് തുറന്നു. അവൻ ബുക്ക് തുറന്നപ്പോൾ ഈ ടീച്ചർ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്ന ആരോട് ചോദിച്ചിട്ടാണ് ആ ബുക്ക് തുറന്നെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പൊ ഇവൻ പറയുന്നത്, ടീച്ചർ കുറേ നേരമായിട്ട് ഏതാണ്ട് പറയുന്നത് എനിക്ക് ഒരു അർത്ഥവും പിടികിട്ടുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് മറിച്ച് നോക്കി എന്താണെന്നുള്ളത്. നമ്മൾ ഈ ക്ലാസ് മുറി ലേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ there are 3 different types of learners. Some are auditory, some are വിഷ്വൽ ലേണേഴ്സ്, some are kinesthetic. ചിലർക്ക് ഈ കേൾക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവും, അവരാണ് ഓഡിറ്ററി. ചിലർക്ക് കണ്ടാലേ കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ ചില കാര്യങ്ങൾ. അപ്പൊ അവർ ഈ ടീച്ചർ പറയുന്ന കേൾക്കാത്തപ്പോൾ അങ്ങനെയുള്ളവരാ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ബുക്ക് തുറക്കുന്നു. ഇപ്പൊ ടെക്സ്റ്റ് തുറക്കുന്ന ഒരു അപരാധമാണ് ക്ലാസ്സിൽ പഠിക്കാൻ വന്ന കുട്ടി. സത്യത്തിൽ അന്നാണ് ഈ ഒരു ആൺകുട്ടി എന്നോട് ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പിടികിട്ടിയത്. ഒരു കുട്ടി പുസ്തകം തുറന്നാൽ വഴക്ക് പറയുക, പുസ്തകം തുറക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ പുസ്തകം കൊണ്ടുപോകുന്നുണ്ട്, 10 മിനിറ്റ് അവർ തുറക്കട്ടെ, അങ്ങനെയാലും കാണണ്ടേ, അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ BEdനൊക്കെ ലെസൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് എ സ്റ്റേജ് അറ്റ് ദ എൻഡ്. 30 മിനിറ്റ് 35ാമത്തെ മിനിറ്റിൽ ടെക്സ്റ്റ് ബുക്ക് ഫെമിലിയറൈസേഷൻ എന്നൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, അവർ പാവപ്പെട്ട പിള്ളേർ ഈ പുസ്തകം ചുമന്നുകൊണ്ട് വരുന്നതാണ്, നിങ്ങൾ 35 മിനിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയണം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഇന്ന പേജൊന്നും എടുത്തേ, മറിച്ച് നോക്കിക്കേ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ, നമ്മൾ പറയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ, നമുക്ക് വെറുതെ ഒന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കൊരു സന്തോഷമാണ്. ഒരുപക്ഷെ ആ പുസ്തകം അന്ന് ആകെ തുറക്കുന്ന അപ്പോഴായിരിക്കും. സോ the training for becoming familiarized with the textbooks is essential for the students. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ കോളേജുകളിലും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ക്ലാസ് മുറിയിൽ റീഡിങ്ങിന്റെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം എന്നാലേ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് വായിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവരെ നമുക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So this is an important challenge that we face. And more than that, initially we can start it as a group task. തുടക്കത്തിൽ
തുടക്കത്തിൽ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഒരു ട്രയൽ ഇൻഡിവിജ്വലായിട്ട് നടത്തിയാൽ അതൊരു വലിയ ഫെയിലിയർ ആയിരിക്കും. തുടക്കത്തിൽ ഇറ്റ്സ് നോട്ട് എൻ എക്സാമിനേഷൻ, ഇറ്റ്സ് എ ടാസ്ക്. അതായത് നമ്മളൊരു ടാസ്ക് കൊടുക്കുകയാണ്, ഇന്ന ബുക്കുകൾ റെഫർ ചെയ്യുക, ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഫോർ യു. ആസ് എ ഗ്രൂപ്പ് ഓഫ് 3 or 4 യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ ആൻഡ് സബ്മിറ്റ് ദി ആൻസർ. അപ്പോൾ ആ ഒരു സ്കില്ലിലേക്ക് ഗ്രാജുവലി അവർ അടുത്തു വരും. എങ്ങനെയാണ് തപ്പിയെടുക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്. 3-4 പേര് ചേർന്നുള്ള ഈ ടാസ്ക് കംപ്ലീഷനിലൂടെ ഗ്രാജുവലി each individual get the ability to go through the textbook and identify the relevant. They gradually develop the capacity to differentiate the important from the unimportant, right? So initially നമുക്കിതിനെ ഒരു ടാസ്ക് ആക്കി വേണേൽ പ്രാക്ടീസ് ചെയ്യാം. സാവധാനം ആ ടാസ്കിലൂടെ ഒരു കുറച്ച് നാൾ കടന്നു കഴിയുമ്പോഴേക്കും കുട്ടികൾ ഇതിനോട് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഷിഫ്റ്റ് ടു ഇൻഡിവിജ്വൽ എക്സാമിനേഷൻ പ്രൊസീജിയർ എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്തിടത്തോളം ബേസിക് ആയിട്ടുള്ള ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവും കുട്ടികൾക്ക്. This is not open book examination, is not an examination so that the student get a chance to copy something from the textbook. അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല കേട്ടോ. നമ്മൾ ഇതിനെ കാണുന്ന ഒരു ഹയർ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റീഡിങ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാത്തിടത്തോളം നമുക്ക് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഫോർ റെഡ്യൂസിങ് ദ എക്സാമിനേഷൻ റിലേറ്റഡ് ആൻസൈറ്റീസ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ്. എൻ്റെ മുമ്പിൽ പുസ്തകവും അങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എൻ്റെ സമ്മർദ്ദം കുറയ്ക്കും. അതിലേക്ക് ഓടിക്കുമ്പം ഒക്കെ ചില കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വലിയൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എഴുതാനിരിക്കുമ്പം ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, വൊക്കാബുലറി ഒക്കെ മിസ്സായി. അപ്പൊ ഈ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നെന്ന് തോന്നുന്ന വാക്കുകൾ ഈ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ വരും. അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ടെൻഷൻ റിഡക്ഷൻ പ്രോസസ്സിന് വളരെ സഹായകരമാണ്. പിന്നെ ഒന്നും എഴുതാതെ പോകുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല. ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും എഴുതിയില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടി പറയുന്നത്. ചുമ്മാതാണെങ്കിലും അതിലൂടെ ഒന്ന് കടന്നുപോയി എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ആൻഡ് ഓഫ് കോഴ്സ് ഇഫ് ദിസ് ഈസ് ദ ട്രെൻഡ്, naturally the students will try to go through the book and they will try to acquire information or knowledge by reading, and this will definitely improve the reading skills and related thought process of the students. അത്തരം ചില പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. വിച്ച് റെഫറൻസ് ബുക്സ് ആർ ടു ബി go to the classrooms, to the examination halls, അവിടെ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ultimately that will be the policy of the government or the university, which is clearly decided by some political ഏജൻസീസ്. ഒരു സംശയവും വേണ്ടല്ലോ. അതായത് എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് എപ്പോഴും പൊളിറ്റിക്സ് തന്നെയാണ് അതിൻ്റെ ബേസ്. അപ്പോൾ അങ്ങനെ വരുമ്പം നാച്ചുറലി there will be different issues. എത്ര നമുക്കിപ്പോൾ അറിയാമല്ലോ, ഓൺലൈൻ ടീച്ചിങ് വരുമ്പോൾ ഓൺലൈനിൽ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള റെഫറൻസ് ബുക്സിന്റെ സഹായത്തോടെ പരീക്ഷ എഴുതണമെന്ന് പറയുമ്പോൾ ആ റെഫറൻസ് ബുക്സ് എന്ന് പറയുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ യൂഷ്വൽ ടെക്സ്റ്റ് ബുക്ക് വിച്ച് ഇസ് അവൈലബിൾ ഫോർ ₹250 or 300, ഒരിക്കലും അല്ല. അപ്പോൾ ആ ബുക്ക് ആര് കൊടുക്കും? ആ ബുക്കിന്റെ അവൈലബിലിറ്റി എങ്ങനെ ഉറപ്പിക്കും നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ ഒരു സംസ്ഥാനത്ത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ? And do we have adequate facilities to conduct examinations, certain infrastructure facilities like a desk with adequate space? ഇത്രയും റെഫറൻസ് ബുക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് എഴുതാൻ പറ്റുന്ന ഡെസ്കും ബെഞ്ചും ഒക്കെയാണോ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ ഉള്ളത്, അല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പരിമിതികളിലേക്കാണ് പോകുന്നത്. ആകെ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം, ദ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഫോർ പ്രൊമോട്ടിംഗ് ദ തിങ്കിങ് സ്കിൽസ് എബിലിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാത്തിടത്തോളം നമുക്ക് ഈ പറഞ്ഞ ഇതിലേക്ക് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുന്ന, അല്ലാതെ നമ്മളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള അപ്രിഹെൻഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഇനി ആസ് എ ടീച്ചർ, ഇഫ് യു വാണ്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, വാട്ട് ഷുഡ് ബി ദ റീഡിംഗ് ലെവൽ ഓഫ് ദ ടീച്ചർ ആൻഡ് ദ എഫർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ദ ടീച്ചർ? നമ്മൾ എത്ര റെഫറൻസ് ബുക്ക് എത്രമാത്രം വായിച്ചാലാണ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആ ടീച്ചറുടെ ജോലി അത്രമാത്രം ഇരട്ടിക്കുന്നു എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. സ്റ്റിൽ ചിലപ്പോ സമയത്ത് മറ്റു വന്നേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി നമുക്ക് ഇതൊരു കൊടുക്കാം കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യൻ വിട്ടേക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട റെഫറൻസ് ബുക്കിന്റെ പേര് പറയാം. സിമിലർ ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് കൊടുത്ത് മറ്റൊരു ഗ്രൂപ്പിനെ വിടുക. ഇഫ് ദ റെഫറൻസ് ബുക്സ് ആർ അവൈലബിൾ, ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും ഒരേ ചോദ്യം കൊടുക്കാം. സോ ഇനിഷ്യലി വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ആസ് എ ഗ്രൂപ്പ് ടാസ്ക്. നല്ലതാണ്. പിന്നെ ഇപ്പൊ ഇനി ഒരു 2 വർഷം കഴിയുന്ന കാലം വരുമ്പോഴത്തേക്കും ഈ പേപ്പർ റീഡിംഗ് എന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. പേപ്പർ എന്ന് പറഞ്ഞാൽ റീഡിങ് ഫ്രം പേപ്പേഴ്സ്. നൗ ദ റീഡിങ് ഇസ് ത്രൂ ദ സ്ക്രീൻ. അവർ അതിനോട് വല്ലാതെ ഫെമിലിയറൈസ്ഡ് ആയി പോയി കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തൊരു ബുക്ക് റീഡിങ് എന്നുള്ള അല്ലെ പേപ്പർ റീഡിങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദിസ് ജനറേഷൻ. ഭയങ്കര പ്രയാസമായിട്ട് വരുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ബുക്ക് വായിക്കും. വളരെ മുമ്പ് ഇരുന്ന് വിഷയം. Hello. Okay. Is it now? Break ഉണ്ട്. Am I audible? Audible ആണ്, but break ആവുന്നുണ്ട്. Okay. How is it now? Is it okay now? Yes. Okay, Yes. Yeah, thank you. Yes. Even though there are different apprehensions from part of teachers and the students, still we believe that we have to use these sort of techniques in our future for accommodating with the changes in the higher education field. Okay. Now it's 3:53. Do you have anything to share with us? Sorry. And I think the valedictory will start from 3 o'clock. അപ്പൊ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ അല്ല എന്തെങ്കിലും ഷെയർ ആണെങ്കിൽ we will have 5 minutes. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ മാഡം പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാം ഇപ്പം സൂചിപ്പിച്ച പോലെ ഏത് റെഫറൻസ് ബുക്ക് ആണ് എടുക്കുന്നു എന്നുള്ള തർക്കം ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ് ഞാൻ എന്റെ കാഴ്ചപ്പാടായിരിക്കാം, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. ഐ തിങ്ക് ദ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് യു ആർ നോട്ട് specifically referring to a particular reference book as such. Like it should be like you have several, you can take any reference book. For if it is chemistry, you can take refer any chemistry book. It's up to your choice. So accordingly, the questions that are to be set in a open book examination should be also in a open-ended manner. That it അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിന്റെ ആ സബ്ജക്റ്റിനോടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹയർ ഓർഡർ ഓഫ് ലേണിംഗ്. മാഡം ഇപ്പം ഇതുവരെ നമ്മളെ പഠിപ്പിച്ച പോലെ ഹയർ ഓർഡേഴ്സ് ഓഫ് ലേണിംഗ് അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് റിമെമ്പറിങ്ങും ആ ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതല്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വിത്ത് ദ ആഡ്വെന്റ് ഓഫ് ടെക്നോളജി, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ റെഫറൻസ് ബുക്ക് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ആ പ്രോബ്ലംസ് ഒക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി വി ക്യാൻ സോൾവ്. ഇപ്പം തന്നെ റെഫറൻസ് ബുക്സ് ഒക്കെ 10,000 20,000 rupees അത്ര വിലയുള്ള റെഫറൻസ് ബുക്സ് ഒക്കെയാണ്. പക്ഷെ എന്നാൽ പോലും PDF ബുക്സ് അതിനേക്കാളും വില കുറവുള്ള PDF ബുക്സ് സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള PDF ബുക്സ് ഒക്കെ ഉണ്ട്. അത് അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഐ തിങ്ക് വി ക്യാൻ എക്സ്പ്ലോർ സച്ച് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ കമ്മിങ്.
വെരി ഗുഡ്. പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. യെസ് ഐ വാസ് കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. നമുക്ക് പിന്നെയുള്ള നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. വി തിങ്ക് ഇൻ റിലേഷൻ വിത്ത് ദ ടെക്നോളജി ആസ് മെൻഷൻ എനി ബുക്ക് ഈസ് അവൈലബിൾ as PDF form with the help of a laptop or a desktop where a student can use it easily. So open book examination in terms of technology ആ രീതിയിലേക്ക് തീർച്ചയായിട്ടും വരും. അതാവും പ്രാക്ടിക്കലായിട്ട് ഇനിയിപ്പോൾ സാധ്യമാവുക എന്നുള്ളതാണ്. അതിനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അത്തരത്തിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു provide the adequate training for our students. The teachers should be equipped for that. And of course, as sir mentioned, ഈ പറഞ്ഞതുപോലെ ഈ ഇനീഷ്യലി നമുക്കിപ്പോൾ അല്ലാതെ ഒരു ഇനീഷ്യൽ ട്രെയിനിങ് റെഫറൻസ് എടുക്കാം. പക്ഷേ നാച്ചുറലി ദർ ഇസ് ദ പോസിബിലിറ്റി യൂസിങ് the internet with restricted so that those PDFs can be availed for references and students can answer. തീർച്ചയായിട്ടും അത് പ്രായോഗികമായിട്ട് ചെയ്യാൻ ഒന്നാണ്. അത്തരത്തിലുള്ള അതിന്റെ ഒരു ഫീസിബിലിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു ട്രെയിനിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നാച്ചുറലി നമ്മളിപ്പം ഹൗ ടു കണ്ടക്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഇൻ ദിസ് പാൻഡമിക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ക്യാൻ ഓൾസോ ബി കണ്ടക്ടഡ് ഇൻ ദ സിമിലർ മാനർ ബൈ doing the appropriate references through online. There should be some എന്താണ് അത്തരത്തിലുള്ള ചില റെസ്ട്രിക്റ്റഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. ആയിട്ട് നടത്താൻ പറ്റും. സാർ പറഞ്ഞ പോയിന്റിലേക്ക് അവസാനം എത്തുകയായിരുന്നു ഞാൻ. അപ്പോൾ ആഡ് ചെയ്തതിന് വളരെ anyway, the test result, the average of our test result is 10.27. That പത്തിന് മുകളിൽ മാർക്കുള്ളവരാണ്. വെരി ഗുഡ് റിസൾട്ട് ഔട്ട് ഓഫ് 15. 10ൽ കൂടുതൽ മാർക്കുള്ളവരാണ് കൂടുതൽ എന്നുള്ളത് തന്നെ വളരെ ഹാവ് മാർക്സ് ലെസ് ദാൻ. ഓ പറ്റുന്നുണ്ടോ? Is it okay now? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ടീച്ചർ. കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞത് ദ മീൻ score is 10.27 and median is 10, which shows that more than half of us have scored above 10, and all of us have scored more than 5. ആർക്കും തന്നെ 5 കുറഞ്ഞ സ്കോർ ഇല്ല. അതുകൊണ്ട് that itself shows that majority of us have attended the classes and got the outcomes at least in the minimum essential level. വളരെ സന്തോഷമുണ്ട് ഇത്രയധികം നന്നായിട്ട് ഇതിൽ പങ്കെടുത്തതിൽ. ഏകദേശം 10-15 പേർക്കോളം തന്നെ ഫുൾ മാർക്കുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. അപ്പോൾ ഇത്തരത്തിൽ തുടക്കം മുതൽ വളരെ നന്നായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ സഹകരിച്ചതിൽ ഇത്രയും പേര് വന്ന് ഈ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തതിലൊക്കെയുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. വാലിഡിറ്റിക്കുള്ള സമയമായി
ആയിട്ടുണ്ടോ ടീച്ചറെ? ആയി ടീച്ചറെ. ഗസ്റ്റ് റോബിനറ്റ് സാറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.